നമസ്കാരം. പി.വി. അൻവർ എം.എൽ.എ രാജിവെച്ചു. പി.വി. അൻവർ എം.എൽ.എ ഔദ്യോഗികമായി രാജിവെച്ചിരിക്കുന്നു. സ്പീക്കറിന് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇതാ തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നു സംസ്ഥാന കൺവീനറായി പി.വി. അൻവർ ഇനി മുതൽ എം.എൽ.എ അല്ല, തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ. തൃണമൂൽ കോൺഗ്രസിന്റെ എക്സിലെ പേജ് വഴിയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്താക്കുറിപ്പിലാണ് ഇപ്പോൾ പി.വി. അൻവറിനെ കേരളത്തിലെ സംസ്ഥാന കൺവീനറായി തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചത് കൊണ്ടുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. പാർട്ടി നേതാവ് മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം എന്നുകൂടി ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഏതായാലും പി.വി. അൻവർ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ, രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നിരിക്കുന്നത്. നേരത്തെ തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജി പി.വി. അൻവറിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരുന്നു. അന്ന് ഈ കൂറുമാറ്റ വിഷയമുള്ളത് കൊണ്ട് അദ്ദേഹം ഔദ്യോഗികമായ സ്ഥാനം ഏറ്റെടുത്തിരുന്നു. ഏതായാലും ഇപ്പോൾ രാജി നൽകിയതിന് പിന്നാലെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായി അൻവറിന്റെ സ്ഥാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അൻവർ ഇനി മുതൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായി പ്രവർത്തിക്കും. ഏതായാലും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി പല ഘട്ടങ്ങളിലും പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒക്കെ തന്നെ ഈ CPM-നെയും ഇടതുപക്ഷ പാർട്ടികളെയും കോൺഗ്രസിനെയും ഒക്കെ ആക്രമിക്കാനായി കേരളത്തിൽ വരുമെന്നും കേരളത്തിൽ പ്രചരണം നടത്തുമെന്നും ഒക്കെ തന്നെ പറയാറുണ്ട്. പലപ്പോഴും നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ ഒന്നിച്ചു നിന്ന് എതിർക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും. ഈ പാർട്ടികളെ വ്യക്തമായി വിമർശിക്കുകയും ഒക്കെ തന്നെ തൃണമൂൽ നേതാവ് മമതാ ബാനർജി നടത്താറുണ്ട്. കേരളത്തിൽ ഇവർ പരസ്പരം എതിർത്ത് മത്സരിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ ഇവർ ഒന്നിച്ചു നിന്ന് തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ മമതാ ബാനർജി ആരോപിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായി. ഏതായാലും പി.വി. അൻവർ TMC തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.